ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. വയനാട് മാനന്തവാടിയിലെ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഇന്നത്തെ ദൗത്യം ഉപേക്ഷിച്ചു. ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങിയതാണ് ദൗത്യത്തിന് തിരിച്ചടിയായത്. മണ്ണുണ്ടി ഭാഗത്തു നിന്ന് ദൗത്യസംഘവും കുംകിയാനകളും മടങ്ങി. ദൗത്യം നാളെ പുനരാരംഭിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. ആനയെ കർണാടക അതിർത്തി കടത്തിവിടാൻ ശ്രമമെന്നാരോപിച്ച് ബാവലിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് മുന്നിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കാൻ പോലീസ് ശ്രമം നടത്തുകയാണ്. മണ്ണുണ്ടിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി സജോ ദേവസ്യയുണ്ട്. സജോ, മണിക്കൂറുകളോളം ഈ ദൗത്യം പൂർത്തിയാക്കാൻ ശ്രമം നടത്തിയിരുന്നു സംഘം, പക്ഷേ അത് നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇന്ന്. കാരണം ആന സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇന്ന് എന്താണ് സംഭവിച്ചത്? അനുജ, ഇന്ന് വേലൂർ മഗ്ന ദൗത്യം വിജയിപ്പിക്കാനാകുമെന്ന ആത്മവിശ്വാസമാണ് രാവിലെയും വനംവകുപ്പ് സംഘം പ്രകടിപ്പിച്ചത്. ആനയുടെ സിഗ്നൽ, റേഡിയോ കോളർ ട്രാക്ക് ചെയ്തുള്ള സിഗ്നൽ കിട്ടുന്നതിനുള്ള ഒരു പ്രയാസമായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. പിന്നീട് ആനയെ പുലർച്ചെ കണ്ടത് ചേലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ്. മണ്ണംകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യം കണ്ടത്. പക്ഷേ ആ ഭാഗത്ത് നിന്ന് ആന നേരെ ബാവലി ഭാഗത്തേക്ക് പിന്നീട് നീങ്ങുകയാണ് ചെയ്തത്. ബാവലി ഭാഗത്ത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തു. അത് ചെമ്പകപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ആനപ്പാറ വളവിൽ നിന്ന് ഏതാണ്ട് ഒരു 3 കിലോമീറ്ററോളം അകത്തേക്കാണ്. അതിനുശേഷം ആ ഭാഗത്തുനിന്ന് സിഗ്നൽ കിട്ടി. ദൗത്യസംഘം എല്ലാ സർവ്വ സന്നാഹത്തോടു കൂടി അങ്ങോട്ടേക്ക് നീങ്ങി കുങ്കിയാനകളെ അടക്കം കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഏതാണ്ട് ആനയുടെ അടുത്തേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെ ആന പിന്തിരിഞ്ഞ് നേരെ മണ്ണംകുണ്ട് ഭാഗത്തേക്ക് തന്നെ പിന്തിരിഞ്ഞ് ഓടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതോടുകൂടി ദൗത്യം വലിയ തോതിൽ പ്രതിസന്ധി നേരിടി എന്ന് മാത്രമല്ല, ആന ഉൾവനത്തിൽ കൂടിയാണ് ഈ പിൻഭാഗത്തേക്ക് മണ്ണംകുണ്ട് ഭാഗത്തേക്ക് പിന്തിരിഞ്ഞ് വന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മൂന്ന് സംഘങ്ങളായി പിന്നീട് ഈ ദൗത്യ സംഘത്തെ വിഭജിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും ആനയുടെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ ഇരുട്ട് ആയി ആ ദൗത്യം ഏതാണ്ട് ഇന്നത്തേക്ക് അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം രൂപപ്പെട്ടു. അതായത് ഏതെങ്കിലും നിലയ്ക്ക് പരിശോധിച്ച് കണ്ടെത്തിയാൽ തന്നെ ഉൾവനത്തിലാണ് പുറത്തേക്ക് എത്തിക്കുക. ഇതിന്റെ സമയമെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദൗത്യം ആ നിലയ്ക്ക് മുന്നോട്ട് പോയാലും അത് പരാജയപ്പെടുകയേ ഉള്ളൂ എന്ന വിലയിരുത്തലിലേക്ക് എത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തേക്ക് ദൗത്യം അവസാനിപ്പിക്കാം, നാളെ പുനരാരംഭിക്കാം എന്നൊരു നിലയിലേക്ക് എത്തിയത്. അതേസമയം ഇതിനിടെയാണ് ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ച് മുഴുവൻ ദൗത്യ സംഘാംഗങ്ങളും മടങ്ങാൻ തുടങ്ങുന്നതിനിടെയാണ് ഇതിനിടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇപ്പോൾ വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ നാട്ടുകാർ തടഞ്ഞു വെച്ചു. അവർ പറഞ്ഞ ദൗത്യം സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തത വേണം. ഒപ്പം ഇവിടെ ആന ഇപ്പോഴും വനമേഖലയിൽ തന്നെയുണ്ട്. മണ്ണംകുണ്ട് ഭാഗത്തേക്കാണ് ഏറ്റവും ഒടുവിലായി നീങ്ങിയത് എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച സിഗ്നൽ. അതുൾപ്പെടെ RRT സംഘത്തിന്റെ പരിശോധനയിൽ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് മറ്റൊരു വസ്തുത. പക്ഷേങ്കിലും ഈ ഭാഗത്ത് ആനയുടെ സാന്നിധ്യമുണ്ട്. ജനവാസ മേഖലയ്ക്ക് സമീപത്ത് തന്നെ ഉൾവനത്തിൽ സാന്നിധ്യമുണ്ട്. അത് നേരെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാം. അക്രമകാരിയായ ആനയാണ്, ആളെക്കൊല്ലിയായ ആനയാണ്. വീണ്ടും ജനവാസ മേഖലയിലേക്ക് വരാം. തങ്ങളുടെ ജീവനും സ്വത്തിനും എന്താണ് സുരക്ഷ എന്ന് ചോദിച്ച് നാട്ടുകാർ ഈ മണ്ണംകുണ്ട് ഭാഗത്തെ നാട്ടുകാർ ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥരെ തടഞ്ഞിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ റേഞ്ചർ, വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ തടഞ്ഞിട്ടിരിക്കുകയാണ്. ദൗത്യസംഘത്തിലെ മറ്റുള്ള ആളുകൾ മടങ്ങിയിട്ടുണ്ട്. അവർക്ക് പോകാൻ കഴിഞ്ഞു. പക്ഷെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും അവരോടൊപ്പമുള്ള സംഘത്തിനും ഇതുവരെ. അതെ, ഇപ്പോൾ ഈ നാട്ടുകാർക്ക് എന്ത് ഉറപ്പാണ് സംഘത്തിന് നൽകാൻ കഴിയുന്നത്? പ്രത്യേകിച്ച് ഇന്നിപ്പോൾ രാത്രി ആന തിരിച്ചിറങ്ങി വരില്ല എന്നുള്ള കാര്യത്തിലൊന്നും ഉറപ്പില്ല. അതുകൊണ്ട് നിരീക്ഷണം രാത്രിയൊക്കെ നടത്തുന്നത് എത്രത്തോളം പ്രായോഗികമാണ്? ഈ ഘട്ടത്തിൽ എന്തുറപ്പ് ദൗത്യസംഘത്തിന് നൽകാൻ കഴിയും, അല്ലെങ്കിൽ വനം വകുപ്പിന് നൽകാൻ കഴിയും നാട്ടുകാർക്ക്? സജു. അനുജ, നേരത്തെ വനംവകുപ്പ് പറഞ്ഞത് കുറച്ച് വാച്ചർമാരെ നിയോഗിക്കാം ഇവിടെ എന്നതാണ്. അത് പോരാ എന്നതാണ്. RRT സംഘത്തെയോ അതല്ലെങ്കിൽ മുഴുവൻ സമയ ഈ സ്ഥലത്ത് ഉണ്ടാകാൻ കഴിയും വിധം വാഹനം ഉൾപ്പെടെയുള്ള സൗകര്യത്തോടു കൂടി കഴിയും വിധമുള്ള ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകണം. അപ്പം എന്തുകൊണ്ടാണ് ഇന്ന് മയക്കുടി വെച്ച് പിടികൂടാൻ കഴിയാത്തത്, ആ ദൗത്യം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ജനങ്ങളോട് നേരിട്ട് തന്നെ വിശദീകരിക്കണം. അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് കാര്യം മനസ്സിലാകുമല്ലോ. മറ്റൊന്ന്, അവരുടെ സുരക്ഷയ്ക്കായി കൂടുതൽ ദൗത്യം എന്ന് വെച്ചാൽ ഈ സുരക്ഷാ ദൗത്യത്തിന് വേണ്ടിയുള്ള സംഘത്തെ, അതായത് RRT ആണ് പൊതുവെ വാച്ചർമാരുടെ സാന്നിധ്യം, അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ ഈ മേഖലയിലടക്കം നിയോഗിക്കണം. തുടർച്ചയായ പട്രോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. അങ്ങനെയുണ്ടെങ്കിലേ ഏതെങ്കിലും തരത്തിൽ ഇവിടെയുള്ള ആളുകൾ, ഇവിടെ എല്ലാം കുട്ടികളുണ്ട്, സ്കൂളിൽ പോകുന്ന ആളുകളുടെ അടുത്ത ദിവസം മുതൽ സ്കൂൾ ആരംഭിക്കും. അങ്ങനെ കുടുംബമായി കഴിയുന്ന ആളുകൾ, തൊഴിലിന് പുലർച്ചെ പോകുന്ന ആളുകൾ, സ്ഥലത്തോട് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ആളുകളൊക്കെയുണ്ട്. ഇവിടെ ഒരു 50ഓളം വീടുകളുള്ള ഒരു കോളനി ഉൾപ്പെടെയുണ്ട്. ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ പുലർച്ചെ തന്നെ പലതരം ജോലികൾക്കായി പോകുന്നവരാണ്. അവരുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നവർ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ ആനയുടെ സാന്നിധ്യം ഉണ്ടായാൽ കൂടുതൽ അപകടങ്ങൾ ഇടയ്ക്കില്ലേ. അതുകൊണ്ട് അവിടെ അതിന് ഉതകം വിധം ഒരു സ്പെഷ്യൽ ടീമിനെ ഈ സ്ഥലത്ത് നിയോഗിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ ദൗത്യത്തിന് എന്ത് സംഭവിച്ചു? അതായത് മനഃപൂർവ്വം ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കർണാടക വനത്തിലേക്ക് തന്നെ കയറ്റിവിടാനുള്ള ഒരു ശ്രമമാണ് വനംവകുപ്പ് നടത്തിയതെന്ന വിമർശനം ഒരു ഭാഗം നേരത്തെ തൊട്ട് തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ കാര്യം മയക്കുവെടി വെക്കാൻ എന്നൊക്കെ ഔദ്യോഗികമായി പറയുമ്പോഴും അതിന് ശ്രമം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ വനത്തിലേക്ക് കയറ്റി വിടുക, അതായത് തുരത്തുക എന്ന നയമാണ് ഉള്ളത് എന്നൊരു വിമർശനമാണ്, ഒരു ആരോപണമാണ്. ആരോപണം വനംവകുപ്പ് നേരത്തെ തള്ളിക്കളഞ്ഞതാണ്. തീരുമാനിച്ചതാണ്. മയക്കുവെടി വെക്കാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ ആൾ ബലമൊക്കെ ഉണ്ടായിരുന്നു. വലിയ തോതിൽ കായികാധ്വാനമൊക്കെ ചെലവഴിച്ചു. വലിയ
ടീമിനെ തന്നെ നിയോഗിച്ചു. പക്ഷേ കഴിയാതെ പോയി. പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ എത്തിയില്ല. പ്രതീക്ഷിച്ചതുപോലെ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്രതീക്ഷിതമായി ആന പിന്തിരിഞ്ഞു പോയി. പിന്നീട് അത് കുറെ കൂടി ഉൾവലത്തിലേക്ക് നീങ്ങി. അതിനുശേഷം മണ്ണംകുണ്ട് ഭാഗത്തേക്ക് വേറൊരു എതിർഭാഗത്തേക്ക് സഞ്ചരിച്ചു. അതൊക്കെ വലിയ ട്രെഞ്ചുകളും അങ്ങനെയൊക്കെയുള്ള വലിയ അതിന് ടെറൈൻ കുറച്ച് വ്യത്യാസമാണ് എന്ന് മാത്രമല്ല അപ്പോഴേക്കും സമയം ഒരുപാട് വൈകി. ഇനിയിപ്പോൾ ദൗത്യം ഉപേക്ഷിക്കുന്നതാണ് പ്രായോഗികം എന്ന് കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലത്തേക്ക് ദൗത്യം അവസാനിപ്പിക്കുന്നു. അതേസമയം ആനയെ ട്രാക്ക് ചെയ്യും. കൃത്യമായി റേഡിയോ കോളർ ഉണ്ട്. അതിന്റെ സിഗ്നലുകളൊക്കെ ശേഖരിക്കും. കൃത്യമായി തുടർന്ന് അങ്ങോട്ടേക്ക് ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകും. അത് കഴിയും വിധമുള്ള സാഹചര്യം നാളെയും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് കടക്കും എന്ന് തന്നെയാണ് വനംവകുപ്പ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ആളുകളെ പക്ഷെ പരിപൂർണ്ണമായി അവർക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല. കാരണം ഒരു വൈകാരിക തലം കൂടിയുണ്ട്. ഒരാൾ കൊല്ലപ്പെട്ടു എന്നൊരു വൈകാരിക തലമുണ്ട്. മറ്റൊന്ന് ഈ മേഖലയിൽ തന്നെയാണ് ആനയുടെ സാന്നിധ്യം, മണ്ണംകുണ്ട് ഭാഗത്ത് തന്നെയാണ് ആനയുടെ സാന്നിധ്യം എന്നൊരു സാഹചര്യമുണ്ട്. ഇതുൾപ്പെടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതിഷേധമാണ്. തുടർന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന കാര്യത്തിൽ എന്താണ് ഉറപ്പ്? അക്കാര്യത്തിലൊക്കെ വനം വകുപ്പ് ഉദാസീനതയുണ്ട് എന്ന വിമർശനവും പരാതിയും ഒക്കെയാണ് നാട്ടുകാർ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെ തൊട്ടടുത്ത് തന്നെ ജനവാസ മേഖലയോട് ചേർന്ന് തന്നെയാണ് ആന. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കാൻ, അതായത് തടഞ്ഞു വച്ചിരിക്കുകയാണല്ലോ CCF ഉൾപ്പെടെയുള്ളവരെ, അവരെ മോചിപ്പിക്കാൻ പോലീസിന്റെ നേതൃത്വത്തിലൊക്കെ ശ്രമം നടക്കുന്നു എന്നായിരുന്നല്ലോ നേരത്തെ വന്ന റിപ്പോർട്ട്. പോലീസൊക്കെ സ്ഥലത്തെത്തിയെന്നാണോ? അനുജ, പോലീസിന്റെ വലിയ സാന്നിധ്യം സ്ഥലത്തുണ്ട്. നേരത്തെ തന്നെ ക്രമസമാധാന സാധ്യത പ്രതിഷേധം പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. ബാവലിയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. ദൗത്യം പറ്റിക്കലാണ് എന്ന നിലയ്ക്ക് ഒരു വിമർശനമാണ് നാട്ടുകാർ ഉന്നയിച്ചത്. അതുകൊണ്ട് അക്കാര്യത്തിൽ തങ്ങൾക്ക് വ്യക്തത വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ പ്രതിഷേധിച്ചിരുന്നു. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരുന്നു. വലിയൊരു പോലീസ് സംഘം തന്നെ ഇവിടെയുണ്ട്. അവർ ആദ്യം ഈ സംഘത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘത്തെ മോചിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ പോലീസുകാരും വലിയ പ്രതിഷേധ ചൂട് നേരിട്ടു. പിന്നാലെ പോലീസ് ബലപ്രയോഗത്തിന് മുതിരാതെ മാറി നിൽക്കുകയാണ്. സ്ഥലത്ത് പോലീസ് സാന്നിധ്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ സംഘർഷത്തിലേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതൽ മാത്രമാണ് ഇപ്പോൾ പോലീസ് എടുക്കുന്നത്. പകരം ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ നീക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ടുപോകേണ്ടതില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്നത്. നേരത്തെ ഒരു ബലപ്രയോഗത്തിന് പോലീസ് മുതിർന്ന ഘട്ടത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. പോലീസുകാർക്ക് നേരെയും പ്രതിഷേധം മാറുന്ന സ്ഥിതിയുണ്ടായി. അതുകൊണ്ട് തൽക്കാലം മറ്റ് സീനിലേക്ക് കടക്കുന്നില്ല. കൂടുതൽ ചർച്ചകൾക്ക് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാം. അതുകൊണ്ട് സംഘർഷം നിലവിൽ എന്താണ് സംഭവിക്കുന്നത് സജോ? എന്തെങ്കിലും തരത്തിൽ അനുനയ ചർച്ചകൾ നടക്കുന്നുണ്ടോ? അനുജ, പല നിലയ്ക്കാണ്. അതായത് ഇവിടെ രാഷ്ട്രീയ പ്രതിനിധികളൊക്കെ ഉണ്ട്. അവർ പക്ഷേ ഇടപെടേണ്ടതില്ല എന്നാണ്. ജനപ്രതിനിധികളല്ല, രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെയാണ്. അവർ ഇടപെടേണ്ടതില്ല, ഇതിൽ രാഷ്ട്രീയമില്ല എന്ന ആളുകൾ പറയുന്നു. ഒപ്പം വൈൽഡ് ലൈഫ് വാർഡനെ നേരത്തെ തടഞ്ഞു വെച്ച് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കുന്നു. പിന്നീട് അതിന്മേലുള്ള തർക്കമാണ് പുരോഗമിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു സമവായ ചർച്ചയോ മറ്റോ നടത്തി മാത്രമേ പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിലിപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ്. മണ്ണുണ്ടിയിൽ അവിടെ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. ദൗത്യസംഘം മടങ്ങാൻ അവർ അനുവദിക്കുന്നില്ല. കാരണം തങ്ങളുടെ സുരക്ഷിതത്വം എങ്ങനെയാണ് എന്നതിൽ മറുപടി നൽകണം എന്നുള്ളതാണ് അവർ വനം വകുപ്പിനോട്, ദൗത്യസംഘത്തോട് ആവശ്യപ്പെടുന്നത്. ഇന്നത്തേക്ക് ഈ ദൗത്യം അവസാനിപ്പിച്ചിരുന്നു. അപ്പോൾ അവർ മടങ്ങിപ്പോകുമ്പോൾ ഞങ്ങളുടെ സുരക്ഷിതത്വം, അതിന് ആര് മറുപടി നൽകുമെന്നുള്ളതാണ് ചോദ്യം. ഇനി രാത്രിയാണ്, അപ്പോൾ ആന തിരികെ ഇറങ്ങി വരില്ല എന്നൊക്കെയുള്ളതിലൊന്നും ഉറപ്പ് നൽകാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സുരക്ഷിതത്വം വേണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇപ്പോൾ CCF ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെയാണ് നാട്ടുകാർ അവിടെ നിന്ന് മടങ്ങിപ്പോകാൻ കഴിയാത്ത തരത്തിൽ തടഞ്ഞു വെച്ചിട്ടുള്ളത്. നേരത്തെ പോലീസ് എത്തി അവരെ മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതിൽ നിന്ന് പോലീസ് പിന്മാറിയിരിക്കുന്നു. അനുനയ ചർച്ചകൾ നടന്ന് എന്തെങ്കിലും ഒരു ഉറപ്പ് നാട്ടുകാർക്ക് കിട്ടുന്നതുവരെ അവർ ഈ പ്രതിഷേധം തുടരും എന്നുള്ളതാണ്. ബാവലി ചെക്ക് പോസ്റ്റിലൊക്കെ വലിയ പ്രതിഷേധമുണ്ട്. പലയിടങ്ങളിലും പ്രതിഷേധം നേരത്തെ തന്നെ അരങ്ങേറിയിരുന്നു. ഈ ആനയെ തിരികെ കർണാടക വനത്തിലേക്ക് തുറന്നു വിടാനാണ് ദൗത്യം സംഘം ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ള ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്നാൽ ദൗത്യ സംഘം രാവിലെ മുതൽ തന്നെ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി മുത്തങ്ങയിലേക്ക് ആക്കാനുള്ള നീക്കത്തിലായിരുന്നു. അത് പാളിപ്പോയതോടെയാണ് ഇന്നിപ്പോൾ ദൗത്യ സംഘത്തിന് അവരുടെ ദൗത്യം അവസാനിപ്പിച്ച് ഇന്നത്തേക്ക് മടങ്ങേണ്ടുന്നൊരു സാഹചര്യം എത്തുന്നത്. എന്നാൽ അവരെ മടങ്ങിപ്പോകാൻ നാട്ടുകാർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ആന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പ്രായോഗികമായി മയക്കുവെടി വെക്കുന്നതിന് തടസ്സമാവുകയും ചെയ്തു. അതോടെയാണ് ദൗത്യം അവസാനിപ്പിച്ചത്. സജോ തുടരുന്നുണ്ട്. സജോ, ഇന്നിപ്പോൾ ഇവിടെ വലിയ പ്രതിഷേധം നമ്മൾ തത്സമയ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. വലിയ ആൾക്കൂട്ടമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഏത് തരത്തിലേക്ക് ഇത് പരിഹരിക്കാമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്? അനുജ, ഇവിടെ ഇപ്പോൾ ആളുകളുടെ പ്രതിഷേധം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോഴും വലിയ തോതിലുള്ള ആളുകൾ തമ്പടിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും ഈ മണ്ണംകുണ്ട് ഭാഗത്തെ ആളുകൾ മാത്രമല്ല, സമീപത്തെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം ഇങ്ങോട്ടേക്ക് എത്തി. അവരെല്ലാം പ്രതിഷേധിക്കുകയാണ്. അവർ പറയുന്നത് തങ്ങളുടെ ജീവനും സ്വത്തിനുമൊക്കെ ഒരു സുരക്ഷ നൽകണം, അക്കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭ്യമാകണം എന്ന ആവശ്യമാണ്. ഇവിടെയൊക്കെ ആളുകൾ വലിയ തോതിൽ തമ്പടിച്ചിട്ടുണ്ട്. നേരത്തെ ചെറിയ തോതിൽ പ്രതിഷേധം തുടങ്ങി, അത് വലിയ തോതിൽ വളരുന്ന നിലയിലേക്ക് വന്നു. പിന്നെ പലപ്പോഴും പോലീസ് ഇടപെടാൻ ശ്രമിച്ചു. അവസാനം പോലീസ് പിന്മാറി.
പലപ്പോഴും പല രീതിയിലുള്ള തർക്കങ്ങളിലേക്കും വാക്കേറ്റങ്ങളിലേക്കും ഒക്കെ കാര്യങ്ങൾ മാറി വന്നു. അവർ പ്രധാനമായും പറയുന്നത് സുരക്ഷയുണ്ട് എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ മണ്ണുണ്ടി മേഖലയിലുള്ള മാത്രം കാര്യം പരിശോധിച്ചാൽ നേരത്തെ കഴിഞ്ഞ ദിവസം ആന ഇവിടെ വന്നതാണ്. മണ്ണുണ്ടി മേഖലയിൽ മാത്രം വന്നതാണ്. ആ സ്ഥലത്ത് തന്നെ ആന വീണ്ടും എത്തിയെന്ന നിഗമനവും വിലയിരുത്തലും ഒക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. ഏറ്റവും അത് കുറച്ചുകൂടി ഉൾക്കാട് ഭാഗത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ തന്നെയും ആദ്യം വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും ഈ പ്രദേശത്തേക്ക് തന്നെയാണ്. ഈ കാര്യത്തിൽ എന്താണ് ഒരു സുരക്ഷ? ഒപ്പം ഈ ദൗത്യം എന്ന് പറയുന്ന കാര്യത്തിൽ അവർ അവിശ്വാസം ഉന്നയിക്കുകയാണ്. അവരുടെ ഒരു അവിശ്വാസം, ഒരു ആരോപണമാണ്, ഒരു അവിശ്വാസം ഉന്നയിക്കുകയാണ്. ഒപ്പം വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് അവരുടെ പരാതികൾ നാട്ടുകാർ രേഖപ്പെടുത്തുകയാണ്. പല നിലയ്ക്കുള്ള പരാതിയുണ്ട്. വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, മറ്റു ഉദ്യോഗസ്ഥരുമൊക്കെ സ്ഥലത്തുണ്ട്. അവരോടൊക്കെ നാട്ടുകാർ അവരുടെ വിമർശനങ്ങൾ, പരാതികൾ ഉന്നയിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ഇവിടെ കാണാം. പോലീസ് പക്ഷേ ഇപ്പോൾ ഒരു ബലപ്രയോഗത്തിലേക്കൊന്നും മുതിർന്നിട്ടില്ല. ബലപ്രയോഗത്തിലേക്ക് മുതിർന്നത് കൂടുതൽ പ്രശ്നം വഷളാക്കാനേ ഉപകരിക്കുകയുള്ളൂ. ആനയുടെ വിവരങ്ങൾ അറിയാനുള്ള സാധ്യത എങ്ങനെയാണ്? റേഡിയോ കോൾ സിഗ്നൽ എന്നുള്ളത് അപ്പോൾ വിവരങ്ങൾ അറിയുക സാധ്യമല്ല എന്നും നമുക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് ഈ ആനയെ നിരീക്ഷിക്കുന്നത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് കൈമാറുക എന്നതൊക്കെ പ്രായോഗികമായി എത്രത്തോളം സാധ്യമാകുമെന്നൊരു ചോദ്യമാണ്. അതൊരു റെസ്ക്യൂ ഓപ്പറേഷന്റെ ഭാഗമായി പ്രയോജനപ്പെടുത്താം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ മുന്നറിയിപ്പ് ഡിലേഡ് ആയതുകൊണ്ട് തന്നെ ആ മുന്നറിയിപ്പ് എത്രത്തോളം പ്രായോഗികമാകുമെന്നൊരു ചോദ്യമുണ്ട്. ഒപ്പം ആ സ്ഥലങ്ങളിൽ പ്രത്യേക ടീമിനെ നിയോഗിച്ച്, അതായത് വാച്ചർമാരെയോ RRT സംഘത്തെയോ നിയോഗിച്ച് സുരക്ഷ ഉറപ്പാക്കുകയും അവർക്ക് മുന്നറിയിപ്പ് വിവരങ്ങൾ കൈമാറുകയും അവർ മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക എന്നതൊക്കെയാണ് പോംവഴി. പക്ഷെ അത്തരം കാര്യങ്ങൾ തങ്ങളോട് വിശദീകരിക്കണം എന്നാണ് അവർ പറയുന്നത്. നാളെ ഇതേ സംഭവം, അജിക്ക് സംഭവിച്ച കാര്യം എന്തുകൊണ്ട് ആവർത്തിക്കില്ല എന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ? തങ്ങൾ വീണ്ടും ഇത് തന്നെ കാണേണ്ടി വരില്ലേ? കൂടുതൽ മനുഷ്യജീവൻ നഷ്ടമാകുന്നത് കാണേണ്ടി വരില്ലേ? അതിന് സാക്ഷ്യം വഹിക്കേണ്ടി വരില്ലേ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ദൗത്യം സംബന്ധിച്ച് അവരുടെ സംശയങ്ങളും ആക്ഷേപങ്ങളും ആശങ്കകളും ഉന്നയിക്കുകയാണ്. ജനങ്ങളുടേത് പലപ്പോഴും വൈകാരിക പ്രതിഷേധവുമാകും, അതിന് ന്യായവും ഉണ്ടാകും പലപ്പോഴും. കാരണം അതിന് ന്യായമുണ്ട്. ഇവിടെ തന്നെ മനുഷ്യർ, ഒരു നിരവധി കുടുംബങ്ങൾ വനത്തോട് ചേർന്ന് തന്നെ കഴിയുന്നുണ്ട്. കുട്ടികളൊക്കെ നാളെ സ്കൂളിൽ പോകണം, തൊഴിലിൽ പോകണം, അങ്ങനെ പലതരം കാരണങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെ മനസ്സുറച്ചു മണ്ണുണ്ടിയിൽ പ്രദേശവാസികൾ പ്രതിഷേധത്തിലാണ്. അവർ തങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം വൈൽഡ് ലൈഫ് വാർഡൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നു. തങ്ങൾക്ക് സുരക്ഷ വേണം, അത് ഉറപ്പാക്കിയിട്ടേ മടങ്ങിപ്പോകാൻ കഴിയൂ എന്നതാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിബന്ധന. ദൗത്യം ഇന്നത്തേക്ക് അവസാനിപ്പിച്ചപ്പോഴാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത്. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. വയനാട് മാനന്തവാടിയിലെ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖ്നയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഇന്നത്തെ ദൗത്യം ഉപേക്ഷിച്ചു. ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങിയതാണ് ദൗത്യത്തിന് തിരിച്ചടിയായത്. എന്നാൽ ദൗത്യ സംഘത്തെ അവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ. അവർ വലിയ പ്രതിഷേധവുമായി ദൗത്യ സംഘത്തെ തടഞ്ഞുവെച്ചു. തങ്ങളുടെ സുരക്ഷിതത്വത്തിന് ആര് മറുപടി പറയും? തങ്ങൾക്ക് സുരക്ഷ വേണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. സജോ തുടരുന്നുണ്ട്. സജോ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നൽകാനുള്ള വിവരങ്ങൾ എന്താണ്? പ്രതിഷേധം അതേപോലെ തുടരുകയാണോ? അനുജ, വൈൽഡ് ലൈഫ് വാർഡൻ അടക്കം റേഞ്ചർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ ഉപരോധം നേരിടുകയാണ്. നാട്ടുകാരുടെ ഏതെങ്കിലും നിലയ്ക്ക് ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. നാട്ടുകാർ പറയുന്നത് കേൾക്കാനൊക്കെ ഈ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് ഫലം കാണുന്നില്ല. അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രദേശത്തെ ആളുകൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാത്രിയിൽ തങ്ങളുടെ ജീവൻ ആര് സുരക്ഷ നൽകും എന്നൊരു ചോദ്യമാണ്. ഇനി അങ്ങോട്ടേക്കുള്ള രാത്രികളിലും അതേ ചോദ്യം തന്നെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ കുറഞ്ഞ പക്ഷം ഇന്നെങ്കിലും ഈ ആനയുടെ സാന്നിധ്യം ഇതേ സ്ഥലത്തുണ്ടാകും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. ആരാണ് അതിന് സുരക്ഷ ഒരുക്കുക? ഒന്ന്. മറ്റൊന്ന്, ആളെക്കൊല്ലി ആനയാണ്. ആ കൊലയാളി ആനയെ മയക്കുവെടി വെച്ച് പിടികൂടും എന്ന ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പ് പക്ഷേ ഇപ്പോൾ ജലരേഖയായി മാറി. നാളെ ഇത് അതേ നിലയ്ക്ക് തന്നെ ഉണ്ടാകും, പിടികൂടും എന്നൊക്കെ പറയുന്നുണ്ട്. ദൗത്യം നാളെ തുടരും എന്ന് വനം വകുപ്പ് പറയുന്നുണ്ട്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നൊരു കാര്യം. അതായത് വനം വകുപ്പ് ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുകയല്ല, പകരം വനത്തിലേക്ക് മടക്കി അയക്കാനുള്ള ശ്രമം നടത്തി. അതാണ് അവർ ഉദ്ദേശിച്ചത്, ലക്ഷ്യമിട്ടതെന്ന ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. പക്ഷേ വനം വകുപ്പ് പറയുന്നത് തങ്ങളെ കൊണ്ട് കഴിയാൻ വിധം ഈ ദൗത്യം വിജയത്തിലെത്തിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ അത് ഫലം കണ്ടില്ല. അപ്രതീക്ഷിതമായ പല കാരണങ്ങളുണ്ടായി. അതുകൊണ്ട് ഇന്ന് ആ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് ദൗത്യത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നത്. അത് സ്വാഭാവികമായും ഇത്തരം ദൗത്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആനയെ കണ്ടെത്തി മയക്കുവെടി വെച്ച് പിടികൂടി മാറ്റുക എന്നത് വളരെ അധ്വാനവും ശ്രമകരമായ ഒരു ദൗത്യമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി എല്ലാ നിലയ്ക്കും ആളുകളെയും ഒക്കെ നിയോഗിച്ച്, എല്ലാത്തരം ടീമിനെയും നിയോഗിച്ച് ശ്രമങ്ങൾ നടത്തി, കഴിയാൻ വിധം ശ്രമങ്ങൾ നടത്തി.
പക്ഷെ അത് ഫലം കണ്ടില്ല എന്നതാണ് ഇപ്പോൾ നാട്ടുകാർ അത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാരോടും പറഞ്ഞ ഒരു കാര്യം. അതുകൊണ്ട് അത് ഇങ്ങനെ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ അവർ ശ്രമിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണ്, ആളുകളൊക്കെ ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ്. എന്താണ് നമ്മൾ പറയുന്ന ഒരു കാര്യം, തടഞ്ഞിട്ടതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് കൃത്യം 5 മണിക്ക് ഇവർ ദൗത്യം പിൻവലിഞ്ഞു എന്നുള്ള രൂപത്തിൽ വാർത്ത വരികയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ മണ്ണുണ്ടി പ്രദേശത്തേക്കാണ് രാവിലെ ആനേനെ കണ്ടത്. വൈകുന്നേരം ഈ ദൗത്യം അവസാനിപ്പിക്കുന്ന സമയത്ത് 5 മണിക്കും ഈ പ്രദേശത്താണ് ആനയുള്ളത്. പക്ഷേ ആ നാട്ടിലെ ആളുകൾക്കോ ഇവിടുത്തെ പൊതുപ്രവർത്തകർക്കോ ആർക്കും ഒരു വിവരവും കൊടുക്കാതെ ഇവർ പെട്ടെന്ന് വണ്ടിയെടുത്ത് തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നാട്ടിലെ ആളുകൾ മുഴുവൻ വയലൻ്റായി ഇവരെ പിടിച്ചു വെക്കുകയാണ്. കാരണം അവർ പറയുന്നത് നിങ്ങൾ ഇന്നോ ഒന്നും ചെയ്തില്ല. ഇനി രാത്രി ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് മണ്ണുണ്ടി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കോളനിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ആ കോളനിയിലേക്ക് രാത്രി ആന ഇറങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇന്നൊന്നും കഴിച്ചിട്ടില്ല അത്. കാരണം ഈ ആനേൻ്റെ പുറകെ ഇന്ന് എല്ലാ വാഹനങ്ങളും കുങ്കി ആനകളൊക്കെ ഉള്ളതുകൊണ്ട് അത് കൃത്യമായി കഴിച്ചില്ല, ഒന്നും കഴിക്കാൻ സാധ്യതയില്ല എന്ന് ഫോറസ്റ്റുകാർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നാട്ടിലേക്ക് ഇറങ്ങാനാണ് സാധ്യത. അപ്പം അങ്ങനെ നിങ്ങൾ ഇത് നാട്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ നാട്ടിലുള്ള ആളുകൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം. അതിന് നല്ലൊരു ടീമിനെ ഇവിടെ നിയോഗിക്കണം. ഈ പ്രദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇപ്പം എല്ലാം ഫോറസ്റ്റാണ് ബോർഡർ. അപ്പോൾ ഒരു 4-5 ടീമിനെ നിർത്തിയാൽ മാത്രമേ ഈ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതുപോലെ തന്നെ നല്ല നൈറ്റ് പെട്രോളിംഗ് വേണം. അതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇതൊന്നും പറയാതെ 5 മണിക്ക് തന്നെ ഇവർ തിരികെ കയറിയ സമയത്തുണ്ടായ ഒരു വികാരമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അത് അവരോട് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അവരൊരു ധാരണയാക്കി ഫോറസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി 3 ടീമായി നിയോഗിക്കുന്ന ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങളുമായി ഇപ്പോൾ അവിടെയുള്ള പ്രദേശത്തുള്ള ആളുകളുമായി സംസാരിക്കുന്നുണ്ട്. അവർ ആ ടീം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ അതാവും അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് അവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അതായത് തങ്ങളുടെ സുരക്ഷ എന്താണ് എന്നാണ് ഇവിടെയുള്ള ആളുകൾ ചോദിക്കുന്നത്. അത് സംബന്ധിച്ചാണ് ഇപ്പോഴും ഇവിടെ ഈ സംഘമൊക്കെ ഇവിടെയുണ്ട്. വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ള ആളുകളോട് സംസാരിക്കുന്നുണ്ട് ഇവിടുത്തെ നാട്ടുകാർ. പ്രധാനമായും ഈ മേഖലയിലുള്ള ഈ മണ്ണുണ്ടി മേഖലയിലുള്ള ആളുകൾ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. അവർക്കാണ് അവിടെ സ്പെഷ്യൽ ടീമിനെ തന്നെ നിയോഗിക്കണം, അതല്ലെങ്കിൽ സുരക്ഷയോടെ ഉയരുറച്ചൂടെ കഴിയാൻ സാധിക്കുകയില്ല എന്നതാണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമായി ഒക്കെ പറയുന്നത്. ഇപ്പോഴും അവിടെ വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, റേഞ്ചർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്. മറ്റുദ്യോഗസ്ഥർ ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട് വാഹനങ്ങളിലും മറ്റുമായി. ആ ഉദ്യോഗസ്ഥരോടും സംസാരിക്കാൻ ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരുമായി പ്രധാനമായി സംസാരിക്കുകയാണ്. ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സുരക്ഷയ്ക്ക് ആളുകളെ നിയോഗിക്കാതെ പിന്മാറില്ല. അവരുടെ ആശങ്ക പരിഗണിച്ച് ഇവിടെ അങ്ങനെ ഒരു ടീമിനെ നിയോഗിക്കാം. അതിനുവേണ്ടി ഇപ്പോൾ തന്നെ കൂടിയാലോചനകൾ നടത്താം, ആശയവിനിമയം നടത്താം മറ്റു ഉദ്യോഗസ്ഥരുമായി. അതിനുശേഷം ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഇന്ന് ദൗത്യത്തിന്റെ ഭാഗമായ ടീമിൽ നിന്ന് ആളുകളെ നിയോഗിക്കുന്നതിലെ അപ്രായോഗികതയാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എത്ര രാത്രിയായാലും ഉണ്ടല്ലോ ഇത് തീരുമാനം കണ്ടിട്ട് നമ്മൾ പോവുള്ളൂ. ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല, ഇവിടെ നമ്മുടെ സഹോദരനാണ്. അത്രേ ഉള്ളു. അത്ര വിഷമമുണ്ട്. അല്ല ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല, ഒരു രാഷ്ട്രീയവും ഇല്ല. BJP ഇല്ല, കമ്മ്യൂണിസ്റ്റ് ഇല്ല, മാർക്സിസ്റ്റ് ഇല്ല, ഒന്നുമില്ല. ഇവിടെ രാഷ്ട്രീയം ഒന്നുമില്ല. അവരുടെ വികാരം ആണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. അതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് നാട്ടുകാർ. അതെ, തങ്ങളുടെ സുരക്ഷിതത്വത്തിന് എന്ത് നടപടി എന്നുള്ളതാണ്. അതിൽ തീരുമാനമുണ്ടാകണം. നൈറ്റ് പെട്രോളിംഗ് അടക്കം ഏർപ്പെടുത്തണം എന്നൊക്കെയുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. നേരത്തെ ദൗത്യസംഘം ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങാൻ തീരുമാനിച്ചതാണ് നാട്ടുകാരെ പ്രകോപിതരാക്കിയത്. ആ തരത്തിലേക്ക് മടങ്ങുമ്പോൾ ഞങ്ങളുടെ സുരക്ഷിതത്വത്തിന് ആര് മറുപടി പറയുമെന്ന ചോദ്യമാണ് അവർ ചോദിച്ചത്. അതിന് മറുപടി കിട്ടിയതിനു ശേഷം മാത്രമേ സംഘത്തെ പോകാൻ അനുവദിക്കൂ എന്നുള്ളതാണ്. ഏതായാലും ഒരു ടീം ഉടൻ തന്നെ ഈ നാട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് തൽക്കാലത്തേക്ക് ഇന്നത്തേക്ക് അവർക്ക് സുരക്ഷ ഒരുക്കുന്നതിനൊക്കെയുള്ള നടപടികൾക്കായി ഒരു ടീം രൂപീകരിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. നാളെ ദൗത്യം പുനരാരംഭിക്കുകയും ചെയ്യും. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.